ഹായ്, മൈക്രോവേവ് ആൻഡ് ആൻറ്റിനയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡോൾഷെ-ബിഷേവ് അറേ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസൈൻ സ്റ്റെപ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കാണാൻ പോകുന്നത്. സോ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: ഡിസൈൻ എ 4 element ബ്രോഡ് സൈഡ് അറേ ഓഫ് λ/2 സ്പേസിംഗ് between element. The pattern is to be optimum with side lobe level 19.1 dB down the main lobe maximum. സോ ഇതാണ് പ്രോബ്ലം തന്നിട്ടുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട അതേ സ്റ്റെപ്സിലൂടെ തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതായത് സൈഡ് ലോബ് ലെവൽ ബിലോ മെയിൻ ലോബ് മാക്സിമം ഇൻ ഡി ബി എന്ന് പറയുന്നത് 20 log to the base 10 ആറാണ്. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് 19.1 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നിന്ന് ആറിൻ്റെ വാല്യൂ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 20 ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലോഗ് ടു ദ ബേസ് 10 ആർ എന്ന് പറയുന്നത് എന്താണ്? 19.1 ഡിവൈഡഡ് ബൈ 20 ആണ് വരിക. സോ അത് വിച്ച് ഈസ് ഈക്വൽ ടു 0.955 ആണ് അവിടെ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആൻറ്റി ലോഗ് ആയിരിക്കും വരിക ഓഫ് 0.955 ആണ് അവിടെ കിട്ടുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 9.015 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ആർ ഇസ് ഈക്വൽ ടു 9 ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 ചെയ്യാം. സ്റ്റെപ്പ് 2ൽ നമുക്കിവിടെ അറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്പേസിങ് എന്ന് പറയുന്നത് λ/2 ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു λ/2 ആണ്. അതേപോലെ തന്നെ 4 element എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണെന്നും നമുക്കറിയാം. സോ എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഷെബിഷേവ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? n-1 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4 - 1 3 ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? T3 ഓഫ് x0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് 6 ആയിട്ടാണ്. r ഇസ് നത്തിങ് ബട്ട് 9. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് കൊടുക്കാം. T3 ഓഫ് x0 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വരുന്നത്? T3 ഓഫ് x0 നമ്മൾ മുന്നുള്ള ലെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. T3 ഓഫ് x0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4x0 ക്യൂബ് മൈനസ് 3x0 ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഷെബിഷേവ് പോളിനോമിയലിൻ്റെ 3rd ഡിഗ്രി വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. സോ ഈ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വി ആർ ഇക്വേറ്റിംഗ് ദിസ് വാല്യൂ ടു 9. സോ നമുക്ക് എന്ത് വരും? 4x0 ക്യൂബ് മൈനസ് 3x0, 9 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -9 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. സോ ഇതിനകത്ത് നമ്മൾ x0 കാണുകയാണ് വേണ്ടത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? മോഡ് എടുക്കുക. മോഡ് എടുത്തിട്ട് നമുക്കിവിടെ 3rd ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 3rd ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനകത്ത് നിന്ന് വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇവിടെ 4 ആണ് നമുക്ക് എക്ക് വരുന്നത്. സോ 4 നമുക്ക് കൊടുക്കാം. ദെൻ സ്ക്വയർ ടേം എന്ന് പറയുന്നത് 0 ആണ്. സോ അത് ബി എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. സി എന്ന് പറയുന്നത് -3 ആണ്, നമുക്ക് അതും കൊടുക്കാം. ഡി എന്ന് പറയുന്നത് -9 ആണ്, അതും കൊടുത്തിട്ട് ഈക്വൽ ടു നോക്കിയിട്ടുണ്ടെങ്കിൽ x0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1.5 ആണ് അവിടെ കിട്ടുന്നത്. സോ നമുക്ക് x0 എന്ന് പറയുന്നത് എന്തെഴുതാം? 1.5 എന്ന് എഴുതാം. ഇതേപോലെ തന്നെ നമുക്ക് ഹയർ ഓർഡർ വരികയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് x0ൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ് 1/2. എന്നിട്ട് അതിനകത്ത് എന്തായിരുന്നു? r പ്ലസ് ആണ്. r എന്ന് പറയുന്നത് നമുക്കിവിടെ 9 ആണ്. സോ r പ്ലസ് √r² -1 ആണ്. സോ 9² -1. ഇതിൻ്റെ ഹോൾ റേസ് ടു 1/m ആണ്. m എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. അതേപോലെ തന്നെ പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്? r മൈനസ്. സോ 9 മൈനസ് √r² എന്ന് പറയുമ്പോൾ 9² -1. ഓക്കെ, ഹോൾ റേസ് ടു 1/m ആണ്. ദാറ്റ് ഈസ് 1/3 ആണ് വരിക. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് 1.5 തന്നെയാണ്. സോ പല രീതിയിലും നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. സോ x0ൻ്റെ വാല്യൂ 1.5 ആയിട്ട്
നമുക്ക് കിട്ടി. ഇനി സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 4 എലമെൻ്റ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1 2 3 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഇത് ഓരോന്നും സ്പേസിങ് കൊടുത്തിരിക്കുന്നത് λ/2 ആണ്. സോ ദീസ് ആർ സെപ്പറേറ്റഡ് ബൈ λ/2. ഇതിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈവൻ നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. സോ A0 ആംപ്ലിറ്റ്യൂഡ് ഇതിലുണ്ടാവും, ഇതിൽ A1 ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവും. സോ ഇതിനകത്ത് A0യുടെയും A1ൻ്റെയും വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ NE ഇക്വേഷനാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ കണ്ടത്, k ഈസ് ഈക്വൽ ടു 0 to n-1 AK cos 2k plus 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു psi ആണ്. സോ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, E4 ആണ് കിട്ടുക. E4 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, A0z പ്ലസ് A1 ഇൻറ്റു 4z³ മൈനസ് 3z. ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ അടുത്ത ടേമുകളൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ഇവിടെ A0യും A1ഉം മാത്രം മതി നമുക്ക്. സോ ഈ ഇക്വേഷനാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. 4നകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, വി ആർ ഇക്വേറ്റിംഗ്. സോ എന്താണ്, T3 ഓഫ് എക്സ് ആണ് നമുക്കവിടെ കിട്ടുന്നത്, ഈസ് ഈക്വൽ ടു ഈ 4ഉമായിട്ട് നമ്മളവിടെ ഇക്വേറ്റ് ചെയ്യാണ് പോകുന്നത്. E4ൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്, A0z പ്ലസ് A1 4z³ മൈനസ് 3z വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 4x³ മൈനസ് 3x ആണ്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് z ഇസ് ഈക്വൽ ടു x/x0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പണ്ട് പറഞ്ഞതാണ്. സോ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. സോ എന്ത് വരും, A0 x/x0 പ്ലസ് A1 4x/x0 whole cube minus 3 into x/x0 which is equal to 4x³ minus 3x. സോ ഇതിനകത്ത് ഈക്വൽ ടേംസുകൾ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോ നമുക്കിവിടെ എക്സ് ടേം ഉണ്ട്, x³ ടേം ഉണ്ട്. നമുക്ക് ആദ്യം എക്സ് ടേംസ് എടുക്കാം. സോ എക്സ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, ഇവിടെ ഒരു ടേം വരുന്നുണ്ട്. ആ ടേംസുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോ A0 x ഡിവൈഡഡ് ബൈ x0 മൈനസ് 3. സോ ഇവിടെ A1 ഉണ്ട്. സോ 3A1 x ഡിവൈഡഡ് ബൈ x0 ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3x ആണ് അവിടെ കിട്ടുന്നത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് എക്സ് ക്യാൻസൽ ചെയ്യാം. x0 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് എന്ത് വിടും, A0 മൈനസ് 3A1 വിച്ച് ഇസ് ഈക്വൽ ടു x0 അപ്പുറത്തേക്ക് വരുമ്പം മൈനസ് 3x0 എന്ന് പറയാം. x0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ എന്താണ്, 1.5 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു 1.5 ആണ് റൈറ്റ് സൈഡിൽ വരിക. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് 4.5. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, A0 മൈനസ് 3A1 ഈസ് ഈക്വൽ ടു മൈനസ് 4.5 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യാം. ഇനി x³ ടേംസുകൾ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ x³ ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, A1 4x³ ഡിവൈഡഡ് ബൈ x0³ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4x³ ആണ്. ഇതിൽ 4ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, x³ ക്യാൻസൽ ചെയ്യാം. സോ A1 ഇസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് x0³ ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1.5 ക്യൂബ് 3.375 ആണ് അവിടെ കിട്ടുന്നത്. സോ A1ൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി, 3.371. ഈ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ A0 മൈനസ് 3 ഇൻറ്റു 3.375 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 4.5 ആണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് A0ൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 5.625.
സോ A0 കിട്ടി, A1 കിട്ടി. ഓക്കെ, സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡായിട്ട് മാറ്റാം. റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂസ് കുറച്ചുകൂടെ നോർമലൈസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A1/A1, അതായത് A1 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. സോ എനിക്ക് A1/A1 എന്ന് പറയുന്ന 1 ആയിരിക്കും കിട്ടുക. അതുപോലെ A0/A1 ചെയ്യുകയാണ്. അത് ചെയ്യുന്ന സമയത്ത് 5.625 ആണ് ഡിവൈഡഡ് ബൈ 3.37 വിച്ച് ഈസ് ഈക്വൽ ടു 1.66 എന്ന് കിട്ടും. ഇങ്ങനെ നോർമലൈസ് ചെയ്ത വാല്യൂസും നമുക്ക് കൊടുക്കും. സോ അങ്ങനെയാണെങ്കിൽ ദ ബ്രോഡ് സൈഡ് അറേ ഓഫ് 4 പോയിന്റ് സോഴ്സസ് ഫൈനലി നമുക്ക് എങ്ങനെ എഴുതാം? 1, 2, 3, 4 4 പോയിന്റ് സോഴ്സ് ആണ് നമുക്കവിടെ വരുന്നത്. ഈ പോയിന്റ് സോഴ്സിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? λ/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ spacing is λ/2. This is A0, this is A1. A0ൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? 5.625 ആണ്. ഇവിടെയും 5.625. A1 എന്ന് പറയുന്നത് 3.375 ആണ്. സോ അവിടെ നമ്മൾ 3.375 കൊടുക്കുന്നു. ഇനി അതല്ല, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആയിട്ട് നമുക്കതിൽ കൊടുക്കാം. A0 എന്ന് പറയുന്നത് 1.66 ആണ്. അതേപോലെ A1 എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ്. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. സോ ഫൈനലി ഈ ഒരു ഫിഗർ വരച്ച് ആംപ്ലിറ്റ്യൂഡ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഡിസൈനിങ് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്.